ഗുരുവായൂരപ്പ, ഇന്ന് മുതൽ ദാമോദര മാസം അതായത് കാർത്തിക മാസം ആരംഭിക്കുകയാണ്. ഒക്ടോബർ 7 മുതൽ നവംബർ 5 വരെയുള്ള കാലഘട്ടമാണ് കാർത്തിക മാസം അഥവാ ദാമോദര മാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, എല്ലാ സസ്യങ്ങളിലും വെച്ച് വിശുദ്ധമായ തുളസിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് കാർത്തികം. അപ്പോൾ ആ ഒരു കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ആ കാർത്തിക മാസം അതായത് ദാമോദര മാസം നമുക്കും പ്രിയപ്പെട്ടത് തന്നെയാണ്. കണ്ണനെ യശോദാമ്മ ആ കയറെടുത്ത് വികൃതി മാറ്റാൻ വേണ്ടി കയറെടുത്ത് ഉരലിൽ കെട്ടിയിരിക്കുന്ന ആ ദാമോദര സ്വരൂപമാണ് ആ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. കൃഷ്ണൻ്റെ ആ വിനോദം, ആ കളിയെ പറ്റിയിട്ടാണ്. കാർത്തിക മാസത്തിലെ വ്രതം ആചരിക്കുന്നത് ഏറ്റവും മഹത്വമുള്ള സമയമാണ്. അതായത് ശരിക്കും തപം ചെയ്യാൻ ഉതകുന്ന ആ സമയമാണ് കാർത്തിക മാസം എന്നാണ് പറയുക. സ്കന്ദപുരാണത്തിലും അതിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട്. അതായത് സത്യയുഗം യുഗങ്ങളിലെ ഏറ്റവും പ്രധാനം പോലെ ഏറ്റവും മികച്ച നദികളിൽ ഗംഗ പോലെ കാർത്തിക മാസത്തിലാണ് ഏറ്റവും മികച്ച മാസം എന്ന് പറയുന്നു സ്കന്ദപുരാണത്തിലെ. കാർത്തിക മാസത്തിൽ സദാസമയവും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ അതുപോലെ തന്നെ നെയ്വിളക്ക് കൊണ്ടാണ് ദീപങ്ങൾ തെളിയിക്കേണ്ടത്. അത് കഴിയാവുന്നവരൊക്കെ നെയ്വിളക്ക് ആയിട്ട് ദീപം തെളിയിക്കുക. പിന്നെ പൂക്കൾ, ധൂപവർഗം അതേപോലെയൊക്കെ സമർപ്പിക്കുക. ബ്രഹ്മചര്യമൊക്കെ പാലിക്കണം. തുളസി ദേവിയുടെ ആരാധന വേണം. ദാനം ചെയ്യണം, തപസ് അനുഷ്ഠിക്കണം എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ കർമ്മങ്ങളുടെ പ്രത്യേകത. ഈ മാസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാസം തന്നെയാണ്. കാരണം ദീപാവലി, അതേപോലെ ഗോവർദ്ധൻ പൂജ, തുളസി വിവാഹം തുടങ്ങിയൊക്കെ ഈ മാസത്തിലാണ്. മഹത്വം വളരെ പല പുരാണങ്ങളിലും ഈ മാസത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നുണ്ട്. ഒരു പ്രത്യേകത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാസത്തിൽ ആരെങ്കിലും ഭഗവാൻ ശ്രീഹരിയെ അല്പമെങ്കിലും ആരാധിച്ചാൽ ആ ഒരു ഭക്തന് സ്വന്തം വാസസ്ഥലം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. അതുപോലെ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രത്തിൽ ഒരു നേരമെങ്കിലും ഒരു നെയ്വിളക്ക് കത്തിച്ചാൽ ഇന്ന് ഈ മാസത്തിൽ 1000 അതായത് 1000 കൽപ്പങ്ങൾക്ക്, ദശലക്ഷക്കണക്കിന് കൽപ്പങ്ങൾക്ക് തുല്യം അത് ചെയ്ത പാപങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ഒരു മാസമാണ് കാർത്തിക മാസം, ദാമോദര മാസം. അതുപോലെ ഈ ഒരു മാസത്തിൽ ഭക്ഷണം കഴിക്കാൻ, ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഏറ്റവും പുണ്യവാനായിട്ട് അവർക്ക് മുക്തി ലഭിക്കുന്നതാണ്. അതുപോലെ ഭഗവാൻ നാരദനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കാർത്തിക മാസത്തിൽ ഭഗവത്ഗീത സന്തോഷത്തോടെ വായിക്കുന്ന ഒരാൾ ജനന മരണ ലോകത്തേക്ക് പിന്നീട് മടക്കമില്ല എന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് കണ്ണൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദാനങ്ങളാണ്. അപ്പോൾ ദാനത്തിൽ വിളക്ക് ദാനം ചെയ്താൽ അതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ ഭ്രാജമാനം യശോദാദിയോലുകാലാദവമാനം പരമൃഷ്ടം അത്യന്തതോ ധൃത്യഗോപ്യേ. നിത്യമായ അസ്തിത്വത്തിൻ്റെയും അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും മൂർത്തിഭാവമായ സ്രാവിൻ്റെ ആകൃതിയിലുള്ള കമ്മലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഗോകുലത്തിൻ്റെ ദിവ്യലോകത്തിൽ മനോഹരമായി തിളങ്ങുന്ന അമ്മ വെണ്ണയിൽ കുഴച്ച് തൈര് പാത്രം പൊട്ടിച്ച് ഊഞ്ഞാലിൽ തൂക്കിയിട്ടിരിക്കുന്ന വെണ്ണ മോഷ്ടിച്ചതിൻ്റെ കുറ്റം കാരണം അമ്മ യശോദയെ ഭയന്ന് മരക്കഷ്ണത്തിൽ നിന്ന് വേഗത്തിൽ ഓടുന്ന, എന്നാൽ തൻ്റെ പിന്നാലെ വേഗത്തിൽ ഓടിയെത്തിയ യശോദാമ്മ പിന്നിൽ നിന്ന് പിടികൂടിയ ആ പരമേശ്വരനായ ശ്രീ ദാമോദരന് ഞാൻ എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ്.
കാർത്തികാം ഖലു വൈ മാസം സർവമാസേഷു ചോത്തമം പുണ്യനാം പരമാം പുണ്യം പാവനാനാം പച്ച പാവനം. അതായത് ഏറ്റവും പവിത്രമായ മാസമാണ് ഈ കാർത്തിക മാസം എന്ന്, ദാമോദര മാസം. ആ കണ്ണൻ്റെ ഓരോന്നിനും ഓരോ സാധ്യങ്ങളുണ്ടായിരിക്കാം, എന്നാലും ആ മായക്കണ്ണൻ്റെ ഓരോ കാഴ്ചകളുമായിട്ട് ആ ദാമോദര മാസം നമുക്കും ആഘോഷിക്കാം. എല്ലാവർക്കും ആ ദാമോദര മാസത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ആ ഗുരുവായൂരപ്പൻ കനിഞ്ഞു നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.